വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ രണ്ടാമത്തെ മകൻ അഫ്സാന്റെ മരണവിവരം മാതാവ് ഷെമിയെ അറിയിച്ചു. ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് ഇളയ മകൻ മരിച്ച വിവരം ഷെമിയെ അറിയിച്ചത്. അഫ്സാൻ ജീവനോടെയില്ല എന്ന വിവരമറിഞ്ഞ് ആശുപത്രി കിടക്കയിൽ ഷെമി പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടുനിന്നവർക്കും സഹിക്കാനായില്ല. കേരളം നടുങ്ങിയ കൊടും ക്രൂരതയുടെ 11ാം ദിവസമാണ് മകൻ മരിച്ച വിവരം ഷെമിയെ ഡോക്ടർമാർ അറിയിക്കുന്നത്. എന്റെ മകൻ പോയിയല്ലേ എന്നു മാത്രമായിരുന്നു ഷെമിയുടെ പ്രതികരണം. മകന്റെ മരണത്തെക്കുറിച്ച് മാത്രമേ ഷെമി അറിഞ്ഞിട്ടുള്ളൂ. മറ്റു വിവരങ്ങൾ അറിയിക്കാനാകുന്ന മാനസികാവസ്ഥയിലല്ല ഷെമിയെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അഫാൻ അനുജനെ കൊലപ്പെടുത്തിയ വിവരം ഷെമി ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഇളയ മകൻ എവിടെയാണ് എന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരന്തരം ചോദിച്ചിരുന്നു. മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തലയിൽ 40ഓളം തുന്നലുകളുമായാണ് ഷെമി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ബോധം വീണ്ടെടുത്തതിന് പിന്നാലെ ഇളയ മകനെയാണ് ഷെമി നിരന്തരം ചോദിച്ചിരുന്നത്. കാണാനെത്തുന്ന ബന്ധുക്കളോടും അഫ്സാൻ എവിടെയാണ് എന്ന് മാത്രമാണ് ചോദിച്ചിരുന്നത്. അഫ്സാൻ ചികിത്സയിലാണ് എന്നും കുഴപ്പമില്ല എന്നുമാണ് ഇതുവരെ ബന്ധുക്കൾ ഷെമിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ മരണവിവരം ഷെമിയെ അറിയിക്കാമെന്ന് ബന്ധുക്കളും ഡോക്ടർമാരും തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധൻ ഇളയ മകൻ അഫ്സാൻ മരിച്ചതായി ഷെമിയെ അറിയിച്ചത്. എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്നോ അഫാനാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യമോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ഷെമിയോട് പറഞ്ഞിട്ടില്ല. ആശുപത്രി കിടക്കയിൽ പൊട്ടിക്കരയുന്ന ഷെമിയെ ആശ്വസിപ്പിക്കാനാവാതെ ഭർത്താവും ഡോക്ടർമാരും കുഴഞ്ഞു. കൂട്ടക്കൊലയിൽ ഷെമിയുടെ മൊഴി ഇതുവരെയും അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താനായിട്ടില്ല. കൊലപാതക വിവരങ്ങൾ അറിയിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫാനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ഷെമിയുടെ മൊഴി. കട്ടിലിൽ നിന്ന് വീണാണ് തലയ്ക്ക് പരിക്കേറ്റത് എന്നാണ് ഷെമി നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം അഫാനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ മാസം 8 വരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പും നടത്തും. സെൽമ ബീവിയുടെ വീട്ടിലും ആഭരണങ്ങൾ പണയം വെച്ച വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലും പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് 4 പേരെ കൊലപ്പെടുത്തിയ കേസിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഓരോ കേസിലും പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങും. അതിനിടെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയ രംഗങ്ങളുമുണ്ടായി. പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ തടഞ്ഞു. കോടതി കോമ്പൗണ്ടിനകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് ആവശ്യപ്പെട്ടായിരുന്നു അഭിഭാഷകരുടെ പ്രതിഷേധം. അതിനിടെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും പിതാവ് അബ്ദുൾ റഹീം നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യവുമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. അഫാൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിന് നാട്ടിൽ 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിന് നാട്ടിൽ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വിവരം അറിയില്ല എന്നും തനിക്ക് വിദേശത്ത് 15 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂവെന്നുമാണ് പിതാവ് മൊഴി നൽകിയത്. മൊഴികളിലെ ഈ പൊരുത്തക്കേട് അവസാനിപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. അഫാനെയും റഹീമിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. താനും ജീവനൊടുക്കുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ ഇക്കാര്യം പറഞ്ഞത്. കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്താപമൊന്നും ഇല്ലാതെയായിരുന്നു കൂട്ടക്കൊലയെക്കുറിച്ച് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് വിവരിച്ചത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമായിരുന്നു. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചു. കൊല്ലുന്നതിന് മുൻപ് കാമുകിയോടും അനുജനോടും കൊലപാതകങ്ങൾ ചെയ്തത് പറഞ്ഞിരുന്നുവെന്നും അഫാൻ വ്യക്തമാക്കി. കൊലപാതക ദിവസം രാവിലെയും 2000 രൂപ വേണമെന്ന അഫാന്റെ ആവശ്യമാണ് തർക്കത്തിലും ആക്രമണത്തിലും കലാശിച്ചത്. കൊലപാതകത്തിന്റെ തലേ ദിവസം പണം ആവശ്യപ്പെട്ട വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഷെമിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കിയും തല ചുവരിലിടിച്ച രക്തം വാർന്ന് ഉമ്മ മരിച്ചുവെന്ന് കരുതിയുമാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ അഫാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് മരണം ഉറപ്പുവരുത്താൻ ആകുമെന്ന തോന്നലിലാണ് ചുറ്റികയെന്ന ആയുധത്തിലേക്ക് പ്രതി എത്തിയത് എന്ന അനുമാനത്തിലാണ് പോലീസ്.
വെഞ്ഞാറമൂടിനടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് പ്രതി ചുറ്റിക വാങ്ങിയിരിക്കുന്നത്. ബാക്കി 4 പേരെയും പ്രതി കൊലപ്പെടുത്തിയത് ഈ ചുറ്റിക ഉപയോഗിച്ചായിരുന്നു. ഒറ്റയടിക്ക് തന്നെ ജീവൻ എടുക്കുക എന്ന ചിന്തയാകും ആയുധം ചുറ്റികയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. അഫാനും അമ്മയ്ക്കും ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്ക് പണം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആർഭാട ജീവിതമാകാം കടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കോവിഡ് കഴിഞ്ഞ് വരുമാനം കുറഞ്ഞുവെങ്കിലും കുടുംബം അതേ നിലയിലാണ് ജീവിതം തുടർന്നത്. ഇതിനായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തി. എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി. ബന്ധുക്കൾ നിരന്തരം പണം ആവശ്യപ്പെടുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് അഫാൻ പറയുന്നത്. ഇത് സഹിക്കാൻ കഴിയാതെ ഒടുവിൽ കൂട്ടക്കൊല നടത്തുകയായിരുന്നുവെന്നും അഫാൻ പറയുന്നു. ദിവസവും 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ട വിധത്തിൽ കടക്കണിയിലായിരുന്നു അഫാനെന്നാണ് കണ്ടെത്തൽ. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെയും. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചത് എന്ന് കണ്ടെത്തി. പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നു. കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അഫാന്റെ മൊബൈൽ ഫോൺ ഇതുവരെയും വിശദമായി പരിശോധിച്ചിട്ടില്ല. പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത്. ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി.